കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് വലിയ രീതിയിൽ പ്രശ്നം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി SFI വലിയ രീതിയിൽ പ്രതിഷേധം തന്നെയാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കയറുന്ന രണ്ട് ഭാഗങ്ങളിലും VC-യുടെ ചിത്രം അവർ വെച്ചിരിക്കുകയാണ്. പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് RSSൻ്റെ ശാഖയിൽ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് അവർ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ SFI നേതാവ് നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോൾ ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്? പ്രതിഷേധം നേരത്തെ തന്നെ SFI തുടങ്ങിയ പ്രതിഷേധമാണ്. കേരള സർവകലാശാലയെ എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഏറ്റവും അക്കാദമിക് നിലവാരം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർവകലാശാലയാണ്. എന്നാൽ ആ സർവകലാശാലയെ ബോധപൂർവം കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരള സർവകലാശാലയുടെ VC മോഹൻ കുന്നുമേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ചാൻസലറായിട്ടുള്ള ഗവർണറുടെ പൂർണ്ണ പിന്തുണയുണ്ട്. RSSൻ്റെ ശാഖകളിൽ തീരുമാനിക്കുന്ന അജണ്ടകൾ ഇവിടെ നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ് VC-മാർ ഇവിടെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ അക്കാദമിക് പരമായിട്ടുള്ള ഒരു നിലവാരവും ഉയർത്താതെ, അക്കാദമിക് പരമായിട്ട് ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുക എന്നുള്ള ഒരേ ലക്ഷ്യമാണ് ഇവിടെ VC സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം മുൻ കാലഘട്ടങ്ങളിലും SFI ഉയർത്തിക്കൊണ്ടുവന്നതാണ്. ഇപ്പോഴും അത് തുടരുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടത് കഴിഞ്ഞ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റ് തീരുമാനം നടപ്പിലാക്കിയ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി VC തയ്യാറാക്കണം. എങ്ങനെയാണ് VC-ക്ക് അധികാരം വരുന്നത്? VC-ക്ക് ഒരിക്കലും സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി, രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി അധികാരമില്ല. സർവകലാശാലയുടെ സിൻഡിക്കേറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന VC-യെ, ഇവിടുത്തെ രജിസ്ട്രാറെ VC സസ്പെൻഡ് ചെയ്യുകയാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് SFI-യുടെ തീരുമാനം. ഇന്ന് ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? പ്രതിഷേധം എല്ലാ ഘട്ടത്തിലും SFI പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നതാണ്. ഇന്നും വലിയ പ്രതിഷേധം VC ഇവിടെ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. VC-ക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് നമ്മുടെ സംഘടനയുടെ തീരുമാനം. കഴിഞ്ഞ നമുക്കറിയാം ജോയിൻറ്റ് രജിസ്ട്രാറേയും ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് പോയിരിക്കുകയാണ്. ഇതിന് SFI എങ്ങനെയാണ് കാണുന്നത്? അതെ, രജിസ്ട്രാറേയും ജോയിൻറ്റ് രജിസ്ട്രാറേയും സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി VC-ക്ക് ഒരു അധികാരവും ഇല്ല എന്നുള്ളതാണ്. ഇതൊക്കെ പ്രവർത്തിക്കുന്നത് സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായിട്ടാണ്, സിൻഡിക്കേറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. പക്ഷേ അതൊക്കെ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനങ്ങളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് യോഗം കൂടിക്കൊണ്ട് സിൻഡിക്കേറ്റ് തീരുമാനമെടുക്കുന്ന തീരുമാനത്തെ ഉൾപ്പെടെ വെല്ലുവിളിച്ചുകൊണ്ടാണ് VC ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് കൃത്യമായും സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ്. അത് പൊതുസമൂഹം കൃത്യമായും വിലയിരുത്തുമെന്നുള്ളതാണ് SFI-യുടെ ഭാഗമായി പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഈ VC-യുടെ ചിത്രം രണ്ട് സൈഡിൽ നമുക്കറിയാം കാവിക്കൊടി അല്ലെങ്കിൽ ശാഖയിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ ചിത്രമാണ് നിങ്ങളിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് യൂണിവേഴ്സിറ്റിയിൽ അംഗീകരിക്കുമ്പോൾ അവർ നീക്കാൻ പറഞ്ഞ എന്തായിരിക്കും നിലപാട്? ഇത് കൃത്യമായും ഞങ്ങൾ VC-യുടെ യഥാർത്ഥ മുഖം എടുത്ത് കാണിക്കുന്നതാണ്. VC എന്ന് പറയുന്ന സംഘപരിവാറുകാരനായ സംഘപരിവാറിൻ്റെ ഒരു നേതാവായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് കൃത്യമായും SFI ഉയർത്തിക്കൊണ്ടുവന്ന മുഖമാണ്. അത് മുൻകാലഘട്ടങ്ങളിലും അതേ രൂപത്തിൽ തന്നെയാണ് VC ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് മുൻകാലഘട്ടങ്ങളിലും അതേ രൂപത്തിൽ VC-യുടെ മുഖം തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം, കാലഘട്ടങ്ങളിലും ശക്തമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരാനാണ് തീരുമാനം. സർവകലാശാലയെ അക്കാദമിക് നിലവാരം ഉയർത്താൻ വേണ്ടി പ്രവർത്തിക്കേണ്ട VC സംഘപരിവാറുകാരനായി പ്രവർത്തിച്ചാൽ അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. എന്തായാലും SFI ശക്തമായ നിലപാടിൽ തന്നെയാണ്. ഈ VC-ക്കെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറാമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി, മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.